അനോറാം അനോറ അനോറാം ഈ വർഷം കാൻസ് ഫിലിം ഫെസ്റ്റിവലില് ഗോൾഡൻ പാം അവാർഡ് കിട്ടിയ സിനിമയാണത്. ഞാൻ ഈ സിനിമയെ പറ്റി അറിയുന്നത് എൻ്റെ ഒരു കമന്റ് സെക്ഷനിലാണ്. അതിനുശേഷം കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കൂടുതൽ അറിയാൻ സാധിച്ചു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടും ഒരു റിച്ച് സ്പോയിൽ ബ്രാറ്റിന്റെ മാരേജിന് ശേഷം ഉണ്ടാവുന്ന കുറച്ച് ഈവൻസ് ആണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത്. ട്രമൻഡസ് മൂവി, ഒരു രക്ഷയില്ലാത്തൊരു സിനിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ഇങ്ങനെ വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്താണ് അടുത്ത് സംഭവിക്കുക നമുക്ക് അറിയാത്ത പോലെ. ടു ബി ഫ്രാങ്ക്, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ആയിട്ടാണ് എനിക്ക് അനോറ അനുഭവപ്പെട്ടത്. വൈഡ്ലി എന്റർടൈനിങ്, കുറെ ചിരിക്കാനുണ്ട്. എന്തോ ഒരു സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് അനോറയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. താങ്ക്സ് ടു ഷോൺ ബേക്കർ ഫോർ ഡയറക്ടിങ് ആൻഡ് റൈറ്റിംഗ് ദിസ് ബ്രില്യൻറ്റ് ആൻഡ് എക്സലന്റ് മൂവി. ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഷോൺ ബേക്കറെ തന്നെ പ്രീവിയസ് ബുക്സ് കാണാൻ ഒരു കൊതി വന്നു. അത്രയും വണ്ടർഫുൾ ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയത് ഷോൺ ബേക്കർ. ഇതിന്റെ സിനിമാറ്റിക് ഇലക്ട്രിഫൈങ് വിഷ്വൽസ് ആണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസ് എല്ലാം, അല്ലെങ്കിൽ വീൽ ഫീൽ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് ഈ സിനിമയുടെ അത്രയും രസമായിട്ട് സിനിമയെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം ടോപ്പ് നോച്ച്. മ്യൂസിക് പൊളിച്ചു. പിന്നെ ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു 25 വയസ്സുകാരി മൈക്കി മാഡിസൺ ആണ് മെയിൻ ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചത്. വാട്ട് ആൻ ആക്ട്, വാട്ട് എ പെർഫോമൻസ്, അതും ഈ ചെറിയ പ്രായത്തിൽ. വീൽ ഫീൽ അല്ലെങ്കിൽ വീൽ അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി ഇമോഷൻസ് ഓഫ് ദ ക്യാരക്ടർ ഓഫ് അനോറ ബിക്കോസ് ഓഫ് അവർ എക്സലന്റ് പെർഫോമൻസ്. പിന്നെ ഇതിൽ വേറെ 2 ആക്ടേഴ്സ് ഉണ്ട്, യൂറ ആൻഡ് മാർക്ക്. രണ്ടും ടോട്ടലി ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ്. മാർക്കാണ് റിച്ച് സ്പോയിൽ ബ്രാറ്റായിട്ട് അഭിനയിച്ചത്, വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ യൂറ ഒരു പേഷ്യൻ ഗൂണായിട്ട് വളരെ പാഷനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ്, അലക്സെ, വാച്ചെ, കാരൻ, ദാരിയ, ഇവരെല്ലാവരും അവരുടെ റെസ്പെക്ടീവ് റോൾസിൽ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ലീവിംഗ് എ മാർക്ക്. പിന്നെ ഈ സിനിമ എനിക്ക് നെഗറ്റീവ്സ് ഒന്നും തന്നെ തോന്നിയില്ല. ടു ബി ഫ്രാങ്ക്, 2 മണിക്ക് 20 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ആ ഒരു റൺ ടൈം വളരെ കുറഞ്ഞു പോയ പോലെ ഫീൽ. ഇനിയും കാണാൻ കൊതി വന്നുപോയി. അത്ര രസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊരു എ റേറ്റഡ് പടമാണ്. സോ അത്യാവശ്യം അഡൽട്ട് സീൻസ് ഉണ്ട്. സോ നോട്ട് ഫോർ കിഡ്സ്. അഡൽട്സ് പ്ലീസ് ഡോണ്ട് മിസ് ദിസ് മാസ്റ്റർ പീസ്.